ഫണൽ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് സ്ട്രാറ്റജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിന്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഫൈനൽ ട്രാൻസാക്ഷൻ വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ സിസ്റ്റമൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫണൽ എന്ന് പറയുന്നത്. അതിനെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ജേണിയിലെ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ വർക്ക് ഫ്ലോയാണ് നമ്മൾ ഫണൽ എന്ന് പറയുന്നത്. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ടോപ്പ് എന്ന് പറയും, രണ്ടാമത്തെ നമ്മൾ മോഫ് എന്ന് പറയും, മൂന്നാമത്തെ നമ്മൾ മോഫ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? നമ്പർ 1 criteria where we should have most amount of intelligence is audience selection creative. അല്ലെ? ഇതല്ലേ നമ്മൾ സംസാരിച്ചത്. ബാക്കി നമ്മൾ ഫസ്റ്റ് ഗിവ് ഇറ്റ് ടു ദ പ്ലാറ്റ്ഫോം അവരുടെ ആൽഗോരിതം വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം. അത് നമുക്ക് ഇപ്പൊ സംസാരിക്കാം. അപ്പൊ ഈ ടോപ്പ് എന്ന് വെച്ചാൽ ടോപ്പ് ഓഫ് ദ ഫണൽ നമുക്ക് വീണ്ടും പഴയ കഥ പറഞ്ഞിലേക്ക് പോവാം. ഏതൊക്കെ പഴയ കഥ പറഞ്ഞത്? അൺഅവെയർ ഓഫ് ദ പ്രൊഡക്റ്റ്, അൺഅവെയർ ഓഫ് ദ പ്രോബ്ലം. ഇയാളെ കൂടുതൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന പിന്നെ ഫണലിന്റെ സ്റ്റേജ് ഏതാ? ടോപ്പ് ആണ്. സോ ദ ടോപ്പ് ഓഫ് ദ ഫണൽ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താ? വി ഷുഡ് എഡ്യൂക്കേറ്റ് ഹിം. എന്താണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്? അൺഅവെയർ ഓഫ് ദ പ്രോബ്ലം, ഓനെ പ്രോബ്ലം നമ്മൾ പഠിപ്പിക്കുന്നു. അൺഅവെയർ ഓഫ് ദ പ്രൊഡക്റ്റ്, നമ്മൾ അവിടെ പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞ പഠിപ്പിക്കുന്നില്ല, നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക ചെയ്യുള്ളൂ. നമ്മൾ അവിടുത്തെ ഉദ്ദേശം കസ്റ്റമർ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതല്ല. ഇനി അടുത്ത പോയിന്റ് വന്നാൽ എന്താണ്? മോഫ് എന്ന് പറയും. മോഫ് എന്ന് വെച്ചാൽ മിഡിൽ ഓഫ് ദ ഫണൽ. അവിടെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ കസ്റ്റമർക്ക് പ്രോബ്ലം മനസ്സിലായി. അപ്പൊ കസ്റ്റമർ എന്താ ചെയ്യുക? കസ്റ്റമർ സൊല്യൂഷൻസ് അന്വേഷിച്ചോളും. കസ്റ്റമർക്ക് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻസും മനസ്സിലാവും. പല കമ്പനികളും ഈ പ്രൊഡക്റ്റിന് സൊല്യൂഷൻ ഉണ്ട്, പല പ്രൈസ് പോയിന്റുകളുണ്ട്, പല പാക്കേജുകളുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന മോഫ് ലെവൽ. ഇവനെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവനെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കാണ് ഇവരെ എത്തിക്കുക. അതാണ് നമ്മൾ എപ്പോഴും ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ്. നമുക്ക് അടുത്ത പോഡ്കാസ്റ്റ് നമ്മൾ ഇ കൊമേഴ്സ് വെക്കാൻ കാരണം എന്താ? പ്രോഗ്രാമാറ്റിക് അഡ്വർടൈസ്മെന്റ് നമ്മൾ സംസാരിച്ചതിന് ശേഷം അടുത്ത പോഡ്കാസ്റ്റ് നമ്മൾ ഇ കൊമേഴ്സ് വെക്കണം എന്ന് പറഞ്ഞത് എന്താ? ഈ കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡേറ്റയും വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രി ഇ കൊമേഴ്സ് ആണ്. അല്ലെ? അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? നമ്മൾ അവർക്ക് ഇ ബുക്കുകൾ കൊടുക്കുന്നു, സർവേസ് നടത്തുന്നു, ഇവന്റെ വേറെ എൻഗേജ് ചെയ്യിക്കുന്നു, വാട്സപ്പ് പോലത്തെ മാധ്യമങ്ങളിൽ കൊടുത്ത് എൻഗേജ് ചെയ്യിപ്പിക്കുന്നു. ഇവനെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. യെസ് കറക്റ്റ്. ഇവൻ എന്ത് ചെയ്യുന്നു? ഇവനെ ഒരു പൈപ്പിനുള്ളിൽ കൂടെ ഇറക്കി വിട്ടിട്ട് ഇവനെ കൊണ്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? ഇവനക്ക് ഇത് വേടിക്കാതാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റേജ് എന്താ പറഞ്ഞത്? വീണ്ടും ഓഡിയൻസ് സെലക്ഷൻ വെച്ചിട്ട് തന്നെ പറയാം. ഈസ് അവെയർ ഓഫ് ദ പ്രോബ്ലം, ഈസ് അവെയർ ഓഫ് ദ പ്രൊഡക്റ്റ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇവർക്ക് ഡെമോ കൊടുക്കുന്നു, ഇവർക്ക് ട്രയൽ പാക്ക് ആക്കുന്നു. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ് സാറേ? നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ കാണുന്ന നമ്പർ 1 മെട്രിക്കിൽ ഒന്നാണ് കാക് വാല്യൂ. അല്ലേ? നമ്മൾ കാക് വാല്യൂ, കാക്കിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ 2 ടേം ഉണ്ട്. അതേതാണ്? ഒന്ന് ന്യൂ കാക്ക്, പുതിയ കസ്റ്റമർ കിട്ടുന്ന വാല്യൂ. രണ്ടാമത്തത് റെഗുലർ കാക്ക്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 2 ടേമിനും കൂടി പറയേണ്ടത്. ഒന്ന് മാർക്കറ്റിംഗിന്റെ എഫിഷ്യൻസി റേഷ്യോ പ്ലസ് റോയാസ്. ക്ലിയർ ആവുക? മാർക്കറ്റിംഗിന്റെ എഫിഷ്യൻസി റേഷ്യോ, റോയാസ്. ഇത് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ കസ്റ്റമറിന്റെ ആവറേജ് ഓർഡർ വാല്യൂ LTV കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ കിട്ടൂ.